നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. കശ്മീരിലെ പഹൽഗാമിൽ 28 ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണം മാനവിക ബോധമുള്ള സകല മനുഷ്യരുടെയും നെഞ്ചിൽ ആഴത്തിലേറ്റ മുറിവാണ്. ബൈസറൺ വാലിയിൽ പ്രകൃതി ഭംഗി കാണാൻ നടന്നും കുതിരപ്പുറത്തുമൊക്കെയായി എത്തിയ സഞ്ചാരികളെയാണ് ഭീകരസംഘം നിർദ്ദയം വെടിവെച്ചു വീഴ്ത്തിയത്. കൊല്ലും മുൻപ് ഇസ്ലാമിലെ മതപ്രതിജ്ഞ അറിയാമോ എന്ന് ചോദിച്ചുവെന്നും അറിയാത്തവരെയെല്ലാം തൽക്ഷണം വെടിവെച്ചുവെന്നുമാണ് ഇരകളുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അസാധാരണമായൊരു ആക്രമണ ശൈലിയാൽ ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ തടയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതു ചെയ്യല്ലേ നിങ്ങളെന്ന് പറഞ്ഞ് ചാടി വീണ കശ്മീരിയായ സയ്യിദ് ആദിലിനെയും ഭീകരർ തോക്കിൻ മുനയിൽ ഒടുക്കി. 2008 ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന മാരകമായ ആക്രമണങ്ങളിൽ ഒന്നായ ഈ സംഭവത്തിൽ നാം ഒന്നാകെ തകർന്നിട്ടുണ്ട്. പക്ഷേ ഇത് തകർന്നും തളർന്നും നിശബ്ദമായും ഇരിക്കാനുള്ള സമയമാണോ? പാകിസ്ഥാൻ അതിർത്തി കടത്തിവിടുന്ന ഭീകരതയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. നിശ്ചയമായും ഭീകരതയുടെ പ്രായോജകർ ആരായാലും അവർക്ക് കർശനമായ സന്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ വേര് അറുക്കേണ്ടതുണ്ട്. അവരെയെല്ലാം തുറന്നു കാട്ടേണ്ടതുണ്ട്. എന്നാൽ ആ നടപടികളിൽ മാത്രം അവസാനിക്കേണ്ടതാണോ പഹൽഗാം ആക്രമണത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിശോധനകൾ? ലോകത്തെ ഏറ്റവും സൈനിക ബന്ധിതമായ പ്രദേശങ്ങളിലൊന്നിൽ നൂറുകണക്കിന് സഞ്ചാരികൾ വന്നു പോകുന്നൊരു സ്പോട്ടിൽ ഭീകരർക്ക് ഇങ്ങനെ വന്ന് ഒരു തടസ്സവുമില്ലാതെ കുരുതി നടത്തിപ്പോകാൻ കഴിയുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? ഞങ്ങൾക്കൊപ്പം ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു അവിടെ പോയി മരിക്കാതെ രക്ഷപ്പെട്ടു വന്നവർ. പെഹൽഗാമിലുണ്ടായിട്ടില്ലേ ഗുരുതരമായ സുരക്ഷാ വീഴ്ച? ആരാണ് അതിന് ഉത്തരം പറയേണ്ടത്? UPA ഭരണകാലത്ത് രാജ്യത്തുണ്ടായ സകല ഭീകരാക്രമണങ്ങളുടെയും പേരിൽ സർക്കാരിനെ പഴി പറഞ്ഞ മോദിക്ക് ഇപ്പോൾ അങ്ങനെയൊരു ഉത്തരവാദിത്ത ബോധം തോന്നുന്നില്ല എന്നാണോ? കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം, അതായത് ഞങ്ങൾ വന്നതിന് ശേഷം, ഞങ്ങളെടുത്ത തീരുമാനങ്ങൾക്ക് ശേഷം രാജ്യത്തെല്ലാം ശാന്തമായിരിക്കുന്നു, ശരിയായിരിക്കുന്നു എന്ന അവകാശവാദത്തിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അപ്പോൾ രാജ്യമുയർത്തേണ്ട പ്രധാന ചോദ്യങ്ങൾ ഏതെല്ലാമാണ്? 1980കളുടെ അവസാനം മുതൽ കശ്മീരിൽ തുടങ്ങിയ സായുധ കലാപം പിന്നീട് ഒരു ഘട്ടത്തിലും പൂർണ്ണ വിരാമത്തിലേക്ക് കടന്നിട്ടില്ല. കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിഘടനവാദി ഗ്രൂപ്പുകൾ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് അതിർത്തിക്ക് അപ്പുറത്തു നിന്നും സഹായം കിട്ടുന്നു എപ്പോഴും എന്നതുകൊണ്ടാണ് ആക്രമണങ്ങൾക്ക് ശമനമില്ലാത്തത്. മേഖലയിൽ സമാധാനമുണ്ടാക്കാൻ പല നിലയ്ക്കുള്ള ശ്രമങ്ങൾ 5 പതിറ്റാണ്ടായി ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. കശ്മീരിലെ അശാന്തിക്ക് പിന്നിലുള്ള പാകിസ്ഥാൻ്റെ പങ്കിനെക്കുറിച്ച് നിരന്തരമായി ലോകത്തോട് പറയുകയും പാകിസ്ഥാനുമായി തന്നെ പലകുറി ചർച്ചകൾക്ക് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് നാം. ഐക്യരാഷ്ട്രസഭയിൽ, G20-യിൽ, ബ്രിക്സിൽ തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഭീകരവാദത്തിനെതിരെ നാം ശക്തമായ നിലപാട് സ്വീകരിച്ചു. കശ്മീരിലെ ഭീകരതയ്ക്ക് പാകിസ്ഥാൻ്റെ പങ്കിനുള്ള തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങളിലൂടെ ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ UN ഭീകരവാദി പട്ടികയിൽ പെടുത്തി. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഭീകരവാദ വിരുദ്ധ സഹകരണം ശക്തിപ്പെടുത്തി. ഇൻ്റലിജൻസ് പങ്കുവയ്ക്കൽ, സൈനിക പരിശീലനം, ആയുധ വിതരണം ഇവയെല്ലാം ഈ സഹകരണത്തിൽ പെടുന്നുണ്ട്. 2003 ആഗ്ര ഉച്ചകോടി, 2015 മോദി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച എന്നിവയെല്ലാം സമാധാനത്തിനായി പാകിസ്ഥാനുമായി നേരിട്ട് നടത്തിയ ശ്രമങ്ങളുടെ ഉദാഹരണങ്ങളാണ്. പക്ഷേ ഭീകരർക്ക് കിട്ടിപ്പോരുന്ന സഹായം അവസാനിച്ചിട്ടില്ല. ഇതിനിടയിലെല്ലാം രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ചിലപ്പോഴൊക്കെ ഇടവേളകൾ എടുത്തുവെന്ന് മാത്രം. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് നടന്ന ആക്രമണങ്ങളുടെ ഘട്ടത്തിലെല്ലാം ഇപ്പോഴത്തെ ഭരണകൂട പാർട്ടിയായ BJP അതിനെ രാഷ്ട്രീയ നേട്ടത്തിനായി പ്രയോജനപ്പെടുത്തി എന്നതാണ് ചരിത്രം. അതിർത്തി രക്ഷയിലെ കഴിവുകേടും ഭീകരതയുടെ അടിവേരറുക്കുന്നതിലുള്ള കാഴ്ചപ്പാടില്ലായ്മയുമെല്ലാം മോദി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിനെതിരായ വിമർശന വാചകങ്ങളാക്കി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗിനെതിരെ മോദി നടത്തിയ പ്രസംഗം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാം. അതിർത്തികളെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ? BSFും നേവിയുമെല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ? എന്നിട്ടും അവരെങ്ങനെ കടന്നു വരുന്നു ഭീകരർ എന്നാണ് മോദി ചോദിക്കുന്നത്. പണവിനിമയം നിങ്ങൾ നിയന്ത്രിക്കുന്ന RBIയുടെ കയ്യിലല്ലേ? എന്നിട്ട് ഭീകരർക്ക് എങ്ങനെ പണം കിട്ടുന്നു?
കമ്മ്യൂണിക്കേഷൻ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലല്ലേ, എന്നിട്ടും അവരുടെ ആശയവിനിമയം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ച മോദിക്ക് പക്ഷെ ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല. അത് ഓർമ്മിപ്പിക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹികളാക്കാൻ കിണഞ്ഞു പണിയെടുക്കുകയാണ് മോദിയുടെ ഭക്തർ. അവരുണ്ടാക്കുന്ന പ്രത്യേകതരം ദേശീയ ബോധത്തിനകത്ത് കുടുങ്ങിയവരിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും വരെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മുംബൈ ഭീകരാക്രമണ സമയത്ത് രാജ്യമൊന്നാകെ നടുങ്ങി നിൽക്കുമ്പോഴും രാഷ്ട്രീയ വിമർശനത്തിനുള്ള സമയം പാഴാക്കിയില്ല BJP എന്ന് കാണണം. അന്നത്തെ സർക്കാരിനെ വിമർശിച്ച മോദി അടക്കമുള്ള നേതാക്കൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തി ബഹളം വെച്ചു. മൻമോഹൻ സിംഗ് സർക്കാരിലെ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിനോട് പ്രധാനമന്ത്രി സിംഗ് രാജി വാങ്ങുകയും ചെയ്തു. ഇന്ന് പക്ഷേ അത്തരമൊരു ഉത്തരവാദിത്ത ബോധം, ധാർമ്മിക ബോധം, നൈതിക ബോധം BJPക്ക് ഫീൽ ചെയ്യുന്നില്ല. ആഭ്യന്തര സുരക്ഷ പരാജയപ്പെടുന്നിടത്ത് ആഭ്യന്തരമന്ത്രി ഉത്തരവാദിയാണ് എന്ന പഴയ നിലപാട് ഇന്ന് മോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പടയ്ക്കും ഇല്ല. അന്ന് ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുടെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയ BJPയോട് ഇന്ന് അതേ ആവശ്യം ഉന്നയിക്കണമെന്ന് കോൺഗ്രസിന് പോലും തോന്നുന്നില്ല. അവരുടെ നാവ് പൊന്തുന്നില്ല. ഭരണം മാറിയതിനൊപ്പം നിലപാട് മാറിയവരിൽ പ്രധാന കൂട്ടമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ. അവർക്ക് ഇന്ന് സർക്കാരിനോട് ചോദ്യങ്ങളൊന്നുമില്ല. മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് സർക്കാരിൻ്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളിച്ച ഉത്തരേന്ത്യൻ ചാനലുകാർക്ക് ഇന്ന് സർക്കാരിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാനില്ല. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒരു ലഘു ചോദ്യം പോലുമില്ല. ഈ വിവേചന നീതിബോധത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വേണം നാം ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്താൻ. 2019 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ ഭീകരതയുടെ അന്ത്യം കുറിക്കുന്നു എന്നാണ് മോദി സർക്കാർ പ്രഖ്യാപിച്ചത്. കശ്മീരിനെ രണ്ടായി മുറിച്ച സർക്കാർ വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ യുവാക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണെന്ന് പ്രഖ്യാപിക്കുന്നു. 2 വർഷം എല്ലാ അർത്ഥത്തിലും അടച്ചിട്ട ശേഷമാണ് പതിയെ പതിയെ കശ്മീരിനെ തുറന്നുവിട്ടത്. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ അടക്കം കാരണരഹിതമായി വീട്ടിൽ തടവിലിട്ടു സർക്കാർ. ടൂറിസം വ്യവസായത്തിൻ്റെ വളർച്ചയും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ് വിജയവുമെല്ലാം സമാധാനത്തിൻ്റെ സൂചനകളായി സർക്കാർ അവതരിപ്പിച്ചു. എന്നാൽ പഹൽഗാമിലെ ഈ ആക്രമണം ഭീകര സംഘടനകൾക്ക് ഇപ്പോഴും സുരക്ഷാ വലയം ഭേദിക്കാനും ജനജീവിതം തടസ്സപ്പെടുത്താനും ആളെ കൊല്ലാനും കഴിയുമെന്ന് തെളിയിച്ചു. റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന വിനോദസഞ്ചാരികളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയുമെല്ലാം ലക്ഷ്യമാക്കി തിരനിറച്ച് കാത്തിരുന്നത് നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. 2008 ശേഷമുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമായി ഈ സംഭവം മാറി. സുരക്ഷിതമെന്ന് കരുതപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഭീകരർ അഴിഞ്ഞാടി. ഹിന്ദു വിനോദസഞ്ചാരികളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുക വഴി നമ്മുടെ രാജ്യത്ത് മതപരമായ വിഭജനം സൃഷ്ടിക്കാനുള്ള ശ്രമവും ഭീകരർ നടത്തി. അതിലവർക്ക് ഏറെക്കുറെ വിജയിക്കാനും കഴിഞ്ഞു. ആക്രമണത്തോടെ കശ്മീരിലെ സുരക്ഷയും സമാധാനവും വീണ്ടും ചോദ്യമുനയിലായി. കശ്മീരിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 10% വരെ സംഭാവന ചെയ്യുന്നത് ടൂറിസമാണ്. ഈ ആക്രമണം ടൂറിസ്റ്റുകൾ ഒഴിഞ്ഞു പോകാനും പ്രാദേശിക വ്യവസായങ്ങൾ തകരാനും കാരണമായേക്കും. അങ്ങനെ പല അർത്ഥത്തിൽ ആഴമേറിയ മുറിവാണ് പെഹൽഗാമിൽ ഭീകരർ കശ്മീരിനും രാജ്യത്തിനും ഏൽപ്പിച്ചത്. ലോകത്ത് തന്നെ ഏറ്റവും അധികം സുരക്ഷയുള്ള സൈനിക ബന്ധിതമായ ഒരു മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്. പഹൽഗാമിലെ ബൈസറൻ വാലി താഴ്വരയിലാണ് സംഭവം. പ്രതിദിനം 2000-ഓളം വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന പ്രദേശമാണ് ബൈസറൻ വാലി. പ്രധാന റോഡിൽ നിന്ന് നടന്നോ കുതിരപ്പുറത്തോ ഒക്കെ വേണം ബൈസറൻ വാലിയിലേക്ക് പോകാൻ. വാഹനങ്ങൾ അവിടേക്ക് പോകില്ല. ഇത്രയും അധികം ആളുകൾ ദിവസവും പോകുന്ന, എന്നാൽ ഇത്രയും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സുരക്ഷാ ഗാർഡ് പോലുമില്ലെന്ന് അവിടെ പോയി ജീവനുമായി തിരിച്ചു വന്നവർ മാധ്യമങ്ങളോട് പറയുന്നു. ആക്രമണമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞാണ് മെഡിക്കൽ എയ്ഡും സെക്യൂരിറ്റി ഓഫീസേഴ്സും അവിടെ എത്തിയത് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ ബ്രീഫിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് സാധാരണ രീതിയിൽ പെഹൽഗാമിലെ ഈ ബൈസറൻ താഴ്വര എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് വിനോദസഞ്ചാരികൾക്കും അതേപോലെ തന്നെ അമർനാഥിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കും തുറന്നു കൊടുക്കുന്നത്. ഇപ്രാവശ്യം അത് ഏപ്രിൽ 20 തുറന്നു കൊടുത്തു. ആ തുറന്നു കൊടുത്തത് സുരക്ഷാ സേനയുടെ അറിവോട് കൂടിയല്ല തുറന്നു കൊടുത്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബ്രീഫിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ള ആ ഒരു നടപടികളിലേക്ക് സർക്കാർ വരണം എന്നുള്ളൊരു ആവശ്യമാണ് അവിടെ നമ്മൾ ഉന്നയിച്ചത്. അമർനാഥ് തീർത്ഥാടന വഴി പോലെ തന്ത്രപ്രധാന സ്വഭാവമുള്ള ഒരു സ്ഥലത്ത്
2000-ഓളം പേർ പ്രതിദിനം വന്നു പോകുന്നവരിടത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നത് ഉറക്കെ ചോദിക്കേണ്ട ചോദ്യം തന്നെയല്ലേ? ആ ചോദ്യത്തിന് നേരെ സർക്കാർ മുഖം തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഉറക്കെ പറയാൻ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ഭയക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? സൈന്യവും അർദ്ധസൈനിക വിഭാഗവും ലോക്കൽ പോലീസുമെല്ലാം ചേർന്ന് സുരക്ഷ ഒരുക്കുന്ന ഒരിടത്ത് എങ്ങനെയാണ് ഭീകരർക്ക് തടസ്സമില്ലാതെ വന്ന് ആളുകളെ കൊല്ലാൻ കഴിഞ്ഞത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് നിയന്ത്രിക്കുന്ന സുരക്ഷാ സംവിധാനത്തിലെ പാളിച്ചയ്ക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? ആഭ്യന്തരമന്ത്രിയല്ലാതെ? Pahalgam is known to be heavily guarded area, security by three-tier security arrangement. It is imperative that a comprehensive analysis is conducted into the intelligence failures and security lapses that enabled such an attack in a union territory. പുൽവാമയിലും ഉയർത്തപ്പെട്ട ഈ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. 2000-ലധികം ജവാന്മാരുമായി പോയ വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തു നിറച്ച ട്രക്ക് ഇടിച്ചു കയറ്റാൻ തീവ്രവാദികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ കഴിഞ്ഞുവെന്ന ചോദ്യം അന്നേ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അതിനും ഉണ്ടായിരുന്നില്ല അധിക ശബ്ദം. പക്ഷെ പിന്നീട് ആ ചോദ്യത്തെ കൂടുതൽ പ്രസക്തമായി ഉയർത്തുകയും ആ സുരക്ഷാ വീഴ്ചയ്ക്ക് ചില ഉത്തരവാദികളുണ്ട് എന്ന് പറയുകയും ചെയ്തത് BJP നേതാവും മുൻ കശ്മീർ ഗവർണറുമായ സത്യപാൽ മലിക് തന്നെയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കൃത്യമായി ഓർക്കുന്നു, പ്രധാനമന്ത്രി ജിം കോർബറ്റ് നാഷണൽ പാർക്കിലായിരുന്നു. അവിടെ ഫോൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പുറത്തു വന്ന് ഒരു ദാബയിൽ നിന്നാണ് എന്നെ അദ്ദേഹം വിളിച്ചത്. സത്യപാൽ, എന്താണ് ഉണ്ടായത്? നമ്മുടെ വീഴ്ച കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ടെന്നും അവർക്ക് യാത്ര ചെയ്യാൻ വിമാനം കൊടുത്തിരുന്നുവെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ലെന്നും ഞാൻ മോദിയോട് പറഞ്ഞു. അതിനെക്കുറിച്ച് ഇനിയൊന്നും സംസാരിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതായിരുന്നു മാലിക്കിൻ്റെ വാക്കുകൾ. സൈനികരെ കൊണ്ടുപോകാൻ CRPF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് 5 വിമാനങ്ങൾ ചോദിച്ചുവെങ്കിലും അതിന് അനുവാദം കിട്ടിയില്ല എന്നാണ് സത്യപാൽ മാലിക് വെളിപ്പെടുത്തുന്നത്. ശ്രീനഗറിലെ CRPF IG ആണ് ആഭ്യന്തര മന്ത്രാലയത്തോട് സാഹചര്യങ്ങൾ വിശദീകരിച്ച് വിമാനങ്ങൾ ആവശ്യപ്പെട്ടത്. കോൺവോയായി റോഡ് മാർഗമാണ് സൈനികരെ നീക്കാറുള്ളത് എന്നത് ശരിയാണെങ്കിൽ തന്നെ അന്നത്തെ പ്രത്യേക സുരക്ഷാ സാഹചര്യത്തിൽ വിമാനം വേണമെന്നായിരുന്നു IG-യുടെ ആവശ്യം. കോൺവോയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിവരങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നിട്ടും ആഭ്യന്തര വകുപ്പ് വിമാനങ്ങൾ അനുവദിച്ചില്ല. ഇന്നത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. അവസാനം 78 വാഹനങ്ങളിലായാണ് BSF സൈനികരെ ശ്രീനഗറിലേക്ക് കൊണ്ടുപോയത്. ഈ വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള BSFൻ്റെ എയർ വിങ്ങിനെ സൈനികരെ കൊണ്ടുപോകാനായി ജമ്മു കശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും സാധാരണ ഉപയോഗിക്കലുണ്ട്. എന്നാൽ CRPF ആവശ്യപ്പെട്ടിട്ട് പോലും അത് നൽകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ അവിടെ അവശേഷിക്കുന്നു. ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തുവെങ്കിലും ആക്രമണ പദ്ധതി നടപ്പാക്കിയതെങ്ങനെയെന്നോ ഇന്ത്യയിൽ അതിന് ആരുടെയൊക്കെ സഹായം കിട്ടിയെന്നോ ഒന്നും വെളിപ്പെട്ടിട്ടില്ല. 300 കിലോ സ്ഫോടക വസ്തുക്കളുമായി അതിർത്തി കടന്നെത്തിയ ഒരു വാഹനം എങ്ങനെ ദിവസങ്ങളോളം പരിശോധന പോലും കൂടാതെ കശ്മീരിൽ കറങ്ങി നടന്നുവെന്ന ചോദ്യം പ്രസക്തമാണ്. വലിയ സൈനിക വ്യൂഹം സഞ്ചരിക്കുന്ന വഴികൾ നേരത്തെ തന്നെ അപകടരഹിതമാക്കുക എന്നത് പ്രധാനമാണ്. എന്നാൽ അങ്ങനെ ഒന്ന് ഉണ്ടായില്ല എന്നാണ് മുൻ ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടറോഡുകളിൽ നിന്ന് വാഹനങ്ങൾ വന്ന് CRPF സംഘത്തെ അപായപ്പെടുത്താനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചില്ല എന്നത് ഭയപ്പെടുത്തുന്ന അത്ഭുതമായി ഇപ്പോഴും തുടരുകയാണ്. പുൽവാമ ഭീകരാക്രമണത്തിലെ വീഴ്ചകളുടെ ഉത്തരവാദിത്തം നരേന്ദ്രമോദി സർക്കാരിനാണെന്ന വിമർശനവുമായി മുൻ കരസേനാ മേധാവി ജനറൽ ശങ്കർ റായ് ചൗധരി തന്നെ രംഗത്ത് വരുന്നതും നാം കണ്ടു. ഇൻ്റലിജൻസ് പരാജയമാണ് ഈ വിപത്ത് വിളിച്ചു വരുത്തിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നോക്കൂ, ഒരു വർഷത്തെ ദീർഘമായ അന്വേഷണത്തിന് ശേഷം ഫ്രണ്ട് ലൈൻ വാരിക 2021 മാർച്ച് 12 പുറത്തിറക്കിയ ലക്കത്തിൽ പറയുന്നത് 2019 ജനുവരി 2 ഭീകരാക്രമണം നടക്കുന്നതിൻ്റെ തലേന്ന് ഫെബ്രുവരി 13 ഇടയിൽ ആക്രമണ മുന്നറിയിപ്പുമായി 11 രഹസ്യാന്വേഷണ സന്ദേശങ്ങൾ അധികൃതർക്ക് ലഭിച്ചിരുന്നു എന്നാണ്. എന്നിട്ടും എന്തുകൊണ്ട് ആവശ്യമായ മുൻകരുതൽ എടുത്തില്ല? സത്യപാൽ മലിക്കിൻ്റെ വെളിപ്പെടുത്തലിൽ മറുപടി വേണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട ജവാന്മാരുടെ കുടുംബാംഗങ്ങളും രംഗത്ത് വന്നു. തൻ്റെ മകൻ കൊല്ലപ്പെട്ട ആക്രമണത്തെക്കുറിച്ച് വ്യക്തതയുള്ള ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ദ ടെലിഗ്രാഫിനോട് പറയുന്നു പശ്ചിമബംഗാൾ സ്വദേശിയായ സന്യാസി ബിശ്വാസ്. സന്യാസിയുടെ 28 വയസ്സുള്ള മകനാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മരിച്ച ജവാനായ ബബ്ലുവിൻ്റെ 71-കാരിയായ അമ്മ പറയുന്നു, എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്, പക്ഷേ ഉറപ്പില്ലെന്ന്.
BJP സർക്കാർ അന്നും ഇന്നും മൗനം തുടരുകയാണ്. സൈനിക കോൺവോയ്ക്ക് നേരെ കൂസല്ലാതെ വന്ന് സ്ഫോടനം നടത്തി ഡസൻ കണക്കിന് ആളുകളെ കൊന്നു തള്ളുക. ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയായ രാജ്യത്ത്, അതിൽ തന്നെ ഏറ്റവും സുരക്ഷയുള്ള സൈനിക സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനത്ത് അസംഭവ്യം എന്ന് വിചാരിക്കപ്പെട്ട ഒരു പാതകം യാഥാർത്ഥ്യമായത് എങ്ങനെയാണ്? അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സത്യത്തിൽ നമ്മുടെ നാട് ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന, ഉറക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ ഇത്? നാം അതിൽ നിന്ന് വഴിതിരിഞ്ഞ് മറ്റെവിടേക്കൊക്കെയാണ് സഞ്ചരിക്കുന്നത്? 2019 ഓഗസ്റ്റ് 5-ന് കശ്മീരിൻ്റെ പ്രത്യേക പദവി ഉറപ്പാക്കിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു. ഈ നടപടി ഭീകരതയും വിഘടനവാദവും അവസാനിപ്പിക്കുമെന്ന് BJP സർക്കാർ അവകാശപ്പെട്ടു. എന്നാൽ പഹൽഗാം ആക്രമണം ഈ വാദത്തിൻ്റെ പരാജയത്തിൻ്റെ തെളിവാണ്. പഹൽഗാം മാത്രമല്ല, സർക്കാരിൻ്റെ അവകാശവാദത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നത്. 2019 മുതൽ 2025 വരെ പല ആക്രമണങ്ങൾ കശ്മീരിലുണ്ടായിട്ടുണ്ട്. ഇക്കാലത്തിനിടയ്ക്ക് 197 സുരക്ഷാ ഉദ്യോഗസ്ഥരും 135 സാധാരണക്കാരും 700 ഭീകരരും കൊല്ലപ്പെട്ടതായി ശിവസേന മുഖപത്രമായ സാംന റിപ്പോർട്ട് ചെയ്യുന്നു. 2019 രൂപീകൃതമായൊരു ഭീകര സംഘമാണ് ഈ കൊടും ക്രൂരത ചെയ്തത് എന്നുകൂടി ആലോചിക്കണം. കശ്മീരിൽ സുരക്ഷാസ്ഥിതി മെച്ചപ്പെടുത്തിയെന്ന സർക്കാർ വാദത്തിന് വിരുദ്ധമായി ഭീകര സംഘടനകൾ പുതിയ രൂപത്തിൽ പ്രവർത്തനം തുടരുന്നതിൻ്റെ തെളിവാണ് പഹൽഗാം ആക്രമണം. നോക്കൂ, 2016 നോട്ട് നിരോധനം ഭീകരവാദത്തിൻ്റെ ധനസമ്പാദനം തടയുമെന്ന് സർക്കാർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് പഹൽഗാമിലെ ആ ആക്രമണം തന്നെ വെളിവാക്കിത്തരുന്നു. അവിടെ ഭീകരർ M4 കാർബൈനുകളും AK-47കളും ഉപയോഗിച്ച് സൈനിക യൂണിഫോമിൽ നന്നായി ആസൂത്രണം ചെയ്താണ് ആക്രമണം നടത്തിയത്. ഇതിന് വലിയ തോതിൽ പണം ആവശ്യമുണ്ട്. ഇത് എങ്ങനെ കൈവരുന്നു? നോട്ട് നിരോധനത്തിന് ശേഷവും വലിയ ആക്രമണങ്ങൾ കശ്മീരിൽ അരങ്ങേറിയിട്ടുണ്ട്. 2019 ഫെബ്രുവരി 14-ന് ജമ്മു കശ്മീരിലെ പുൽവാമയിൽ നടന്ന ആക്രമണത്തിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട കാര്യം നാം നേരത്തെ പറഞ്ഞു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഈ ആക്രമണം ഭീകര സംഘടനകൾക്ക് ഇപ്പോഴും ധനസ്രോതസ്സും ആസൂത്രണ ശേഷിയും ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി. 2018-ൽ കശ്മീരിലെ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലടക്കം നിരവധി ചെറുതും വലുതുമായ ആക്രമണങ്ങൾ നോട്ട് നിരോധനത്തിന് ശേഷവും ഭീകര സംഘടനകൾ സജീവമാണെന്നതിൻ്റെ സൂചന തരുന്നു. സർക്കാരിൻ്റെ പലതരം അവകാശവാദങ്ങളുടെ പൊള്ളത്തരങ്ങളിലേക്കാണ് ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത്. പെഹൽഗാം ആക്രമണത്തിൽ സർക്കാരിനോട് ചോദ്യം ചോദിക്കുന്നവരോടെല്ലാം ഈ സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വായടപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ, മറുവശത്ത് രാഷ്ട്രീയ പ്രസംഗത്തിന് ഇതെങ്ങനെ ഉപാധിയാക്കാമെന്നാണ് BJPയും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നത്. ആക്രമണം ഉണ്ടായ ഉടനെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാജ്യത്തേക്ക് മടങ്ങിയ പ്രധാനമന്ത്രി പിറ്റേന്നത്തെ അദ്ദേഹത്തിൻ്റെ ബീഹാർ പരിപാടി മുടക്കിയില്ല. അവിടുത്തെ മോദിയുടെ പ്രസംഗവും നാം എല്ലാം കണ്ടതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. പുൽവാമ ആക്രമണം ഉണ്ടായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ചട്ടം ലംഘിച്ച് പ്രസംഗിച്ച പ്രധാനമന്ത്രിയെ നാം മറന്നിട്ടുണ്ടാവില്ല. ഭീകരവാദത്തിന് തൻ്റെ സർക്കാർ മാത്രമേ പ്രതിവിധി ചെയ്യുന്നുള്ളൂ എന്ന് ആവർത്തിച്ച് പ്രസംഗിക്കുമ്പോഴും പിന്നെയും ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് മാത്രം മോദിയുടെ പ്രസംഗങ്ങളിൽ എവിടെയും കാണാൻ കഴിയില്ല. കോൺഗ്രസ് സർക്കാരുകൾ ഭീകരർക്കും അവരുടെ സഹായികളായ പാകിസ്ഥാനും ശക്തമായ സന്ദേശം കൊടുത്തോ എന്ന് ചോദിക്കുന്ന മോദി കോൺഗ്രസ് പാകിസ്ഥാനെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നും വിളിച്ചു പറയുന്നു. ചരിത്രബോധമില്ലാത്ത അദ്ദേഹത്തിൻ്റെ അണികൾ ഉറക്കെ കൈയടിക്കുന്നു. 971-ലെ യുദ്ധവിജയവും 84-ലെ സിയാച്ചിൻ പിടിച്ചെടുക്കലുമൊന്നും കാണ്ഡഹാറിൽ തോറ്റുകൊടുത്ത BJPക്കാർക്കും നമോ ഭക്തർക്കും ഓർമ്മയില്ലാത്ത മട്ടാണ്. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ സഞ്ചാരികളോട് മതം ചോദിക്കുകയും മുസ്ലിം അല്ലാത്തവരെ കൊന്നുവെന്നുമാണ് അതിജീവിച്ചവർ പറഞ്ഞത്. രാജ്യത്ത് മതവിഭജനം സൃഷ്ടിക്കുക എന്ന അജണ്ട ഇതിന് പിന്നിലുണ്ടായിരുന്നുവെന്ന് വ്യക്തം. അതിൽ ആക്രമണകാരികൾ വിജയിക്കുകയും ചെയ്തു. ഏപ്രിൽ 23-ന് ശേഷം രാജ്യത്തിനകത്ത് മുസ്ലിം വിരുദ്ധ വെറുപ്പുമായി തെരുവ് നിറയുകയാണ് ഒരു സംഘം. അത് ആളിപ്പടരുന്നതിൻ്റെ കാഴ്ച നമുക്ക് കേരളത്തിലടക്കം കാണാം. എക്സിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലുമെല്ലാം IT സെല്ലിൻ്റെ വിദ്വേഷ സിദ്ധാന്തങ്ങൾ ഒഴുകി പരക്കുകയാണ്. കശ്മീരിലെ ഭീകരർ നടത്തിയ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ മുസ്ലിങ്ങളും ഏറ്റെടുക്കണമെന്നതാണ് എല്ലാ വിദ്വേഷ സന്ദേശങ്ങളുടെയും ഉള്ളടക്കം. ഇസ്ലാം എന്ന മതം തന്നെയും രാജ്യത്തിന് അപകടകരമെന്ന നിലയിലാണ് അവയെല്ലാം അവതരിപ്പിക്കപ്പെടുന്നത്. പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തിയ പ്രാദേശിക മുസ്ലിങ്ങളെക്കുറിച്ചോ ഭീകരരെ തടയാൻ ശ്രമിക്കവേ വെടിയേറ്റ് മരിച്ച സയ്യിദ് ആദിലിനെക്കുറിച്ചോ ആരും സംസാരിക്കുന്നില്ല. ഇവയെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് വർഗീയവാദികൾ മുസ്ലിം വിരുദ്ധത കുത്തിച്ചെലുത്തുന്നത്.
പോയി അവ കശ്മീരികളെ കണ്ടിടത്ത് വെച്ച് തല്ലാനും മുസ്ലിങ്ങൾക്കും പട്ടികൾക്കും പ്രവേശനമില്ലെന്ന് പരസ്യമായി ബോർഡ് വയ്ക്കാനും ഭയാനകമായ ആക്രമണ ആഹ്വാനങ്ങൾ നടത്താനുമെല്ലാം കഴിയുന്ന നിലയിലേക്ക് രാജ്യത്തെ സാഹചര്യത്തെ മാറ്റി തീർത്തിരിക്കുന്നു. ഭീകരാക്രമണവും അതിൻ്റെ തുടർചലനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ആക്രമണത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് പോകുന്നതിന് പകരം സർക്കാരിനോടുള്ള ചോദ്യങ്ങൾ കൂടി ചോദിക്കേണ്ടതിന് പകരം മതപരമായ കാര്യങ്ങളിൽ മാത്രമായി ഊന്നുകയാണ്. ഇതും മുസ്ലിം വിരുദ്ധ വെറുപ്പ് കൂടാനുള്ള പ്രധാന കാരണമായി മാറുന്നു. ഭീകര സംഘടനയുടെ പ്രവൃത്തി മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ പ്രവൃത്തിയായി ചിത്രീകരിക്കപ്പെടുന്നു. എല്ലാവരും കൂടി അതിന് അരുനിൽക്കുന്നു. ഇസ്രയേൽ അംബാസഡറുടെ പെഹൽഗാം ആക്രമണം 2023 ഹമാസ് ആക്രമണത്തിന് സമാനമാണ് എന്ന പ്രസ്താവനയുടെ ചുവട് പിടിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഹമാസുമായി ബന്ധിപ്പിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ഇത് വിദ്വേഷത്തിന് ആക്കം കൂട്ടുകയാണ്. ഭീകരാക്രമണത്തിന് നടുക്കത്തിലും വേദനയിലും നീറി നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് വിഭജനത്തിൻ്റെ വസൂരി വിത്തുകൾ കൂടി വാരിയെറിയുകയാണ് ഒരു സംഘം. ആരാണതിൻ്റെ പ്രായോജകർ എന്നറിയണമെങ്കിൽ ആരാണതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ചല്ലാതൊരു മുന്നേറ്റം സാധ്യമല്ലെന്ന് തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. ഭീകരവാദവും വർഗീയവാദവുമെല്ലാം നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് എതിരാണെന്ന് ഓരോ മനുഷ്യനും മനസ്സിലാക്കട്ടെ. ഭീകരതയുടെയും വർഗീയതയുടെയും ചോര പുരളാത്ത പ്രഭാതങ്ങൾ പുലരട്ടെ. ഒരുമിച്ച് സ്വപ്നം കാണാം നമുക്കത്. അതിനായി പൗരബോധമുള്ള മനുഷ്യരായി ഉറക്കെ സംസാരിക്കാം. ചോദിക്കേണ്ടതെല്ലാം ചോദിക്കാം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.